നിങ്ങളുടെ പല വീഡിയോക്കും പലരുടെ ചാനലും ചിലപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യുന്ന സമയത്ത് ആ മ്യൂസിക്കിന് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെ കോപ്പിറൈറ്റ് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഓട്ടോമാറ്റിക് അറിയാതെ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നിങ്ങൾ വേറെ ആളുടെ മ്യൂസിക് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോഴും മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോപ്പിറൈറ്റ് കിട്ടുന്ന വീഡിയോസിന് നിങ്ങൾ എങ്ങനെ 1 മിനിറ്റ് മതി, ജസ്റ്റ് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഇത് കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് റിമൂവ് ചെയ്യാൻ പറ്റും. അതിൽ വേറെ വീഡിയോസ് ആഡ് ചെയ്യാൻ, വേറെ മ്യൂസിക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. അത് എങ്ങനെ ചെയ്യാമെന്നും അത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും അത് എങ്ങനെ അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാമെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഫുള്ള് വീഡിയോ വാച്ച് ചെയ്യുക. പുതിയതായിട്ട് നിങ്ങൾ ചാനലിൽ കയറിയിട്ട് കണ്ടുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പോകേണ്ടത് ക്രോം ബ്രൗസറിലാണ് പോകേണ്ടത്. ഓക്കെ, ക്രോം ബ്രൗസറിൽ പോയിട്ട് നിങ്ങൾ ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചാനലിലേക്ക് കയറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ്, ഈ ടോപ്പിൽ കാണുന്നൊരു ഇതുണ്ടല്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഈ ടോപ്പിൽ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. ഓക്കെ, ഇവിടെ ഒരു ടാബ് ഓപ്പൺ ആയി വരും. ഈ ടാബ് ഡിലീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കുറേ ടാബ് കാണിക്കും നിങ്ങൾക്ക്. അങ്ങനത്തെ കുറേ ടാബ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടാബ് റിമൂവ് ചെയ്തേക്കുക. ഒന്നേ കാണിക്കാൻ പാടുള്ളൂ അവിടെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ ടാബ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് മോഡ് ഓപ്പൺ ആവത്തില്ല. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ സൈഡിൽ കാണുന്നത്. അതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഓക്കെ, ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഈ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, നിങ്ങൾ ക്രോമോ അല്ലെങ്കിൽ ഗൂഗിളോ എങ്ങനെയാണെങ്കിലും ഇതാണ് കാണിക്കുക. അതിനുശേഷം ഇവിടെ എന്ത് ചെയ്യുക, യൂട്യൂബ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ലോഗിൻ സെർച്ച് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് ലോഗിൻ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരിക. ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, യൂട്യൂബ് ലോഗിൻ എന്ന് പറയുന്ന സെക്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന സെക്ഷനിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. ഈ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് യൂട്യൂബിലേക്ക്, സ്റ്റുഡിയോയിലേക്ക്, കമ്പ്യൂട്ടർ സൈറ്റിലേക്ക് ആ ടൈപ്പിലായിരിക്കും നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ഫോണിലും ഇതേപോലെ കാണിക്കണമെന്ന് അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. നിങ്ങൾക്ക് ഓരോ ഫോണിലും ഓരോ സിസ്റ്റമിലായിരിക്കും കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഈ ഫോണിൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതിന് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ചാനൽ സ്റ്റാറ്റസ് ആൻഡ് ഫ്രദേഴ്സ് ആൻഡ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ചാനലിലേക്കായിരിക്കും പോകുന്നത്, നിങ്ങളുടെ ചാനലിലേക്കായിരിക്കും പോകുന്നത്. എന്നിട്ട് ഇവിടെ ചാനലിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ വേറെ ചാനൽ കോപ്പിറൈറ്റ് മ്യൂസിക് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ചാനൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുക. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഇതിൽ രണ്ടാമത്തെ സെക്ഷൻ ഉണ്ടല്ലോ, രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തത് ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് ചെറുതാക്കാം കേട്ടോ, ചെറുതാക്കുക, സൂമാക്കുക, സൂം ഔട്ടാക്കുക. അപ്പോൾ ഇവിടെ എവിടെയാണ് കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത്, ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അവിടെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഷോ കാണിക്കുന്നുണ്ടാവും കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിൽ 3 വീഡിയോക്ക് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, 3 വീഡിയോക്ക് കോപ്പിറൈറ്റ് നിലവിൽ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. 3 വീഡിയോക്കും കോപ്പിറൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 വീഡിയോൻ്റെ കോപ്പിറൈറ്റും നമുക്കിപ്പോൾ റിമൂവ് ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടത്, നിങ്ങളെന്ത് ചെയ്യേണ്ടത്, ഇത് നേരെ ബാക്കപ്പ് പോവുക. ബാക്കപ്പ് പോയതിന് ശേഷം ഇത് നേരെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഏത് കോപ്പിറൈറ്റ് എവിടെയാണോ വന്നിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കോപ്പിറൈറ്റ്, പ്രൊസീഡ്, കണ്ടന്റ്, അങ്ങനത്തെ കുറേ ഓണറെ പേര് അതൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അവിടെ ഈ കോപ്പിറൈറ്റ് ഉള്ള ഓണറെ പേരൊക്കെ വന്നിട്ടുണ്ടാവും. അവിടെ സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. സി ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ലാസ്റ്റിൽ കാണിക്കുന്ന ഈ ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ടേക്ക് ആക്ഷൻ. ഓക്കെ, ടേക്ക് ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇങ്ങനെ പേജ് ഓപ്പൺ ആയി വരുന്നത്, ഇത് ഞാൻ സൂം ആക്കിക്കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനത്തെ ഓപ്ഷൻ വരുന്നത് ഇവിടെ കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഒന്ന് ഇറേസ് സോങ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മ്യൂട്ടായിരിക്കും കാണിക്കുന്നത് കേട്ടോ. റീപ്ലേസ് സോങ്, അങ്ങനത്തെ 3 ഓപ്ഷൻ ആയിരിക്കും കാണിക്കുന്നത്. ഈ 3 ഓപ്ഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ആദ്യത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സോങ് കട്ട് ചെയ്ത് മാറ്റാൻ പറ്റും. അവിടെ വേറെ ഒന്നും കാണിക്കത്തില്ല, നിങ്ങളുടെ സൗണ്ടും വരത്തില്ല, ഒന്നും വരത്തില്ല. അവിടെ വെറും മ്യൂട്ടായിരിക്കും. അപ്പം മ്യൂട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണ്ടേ, നമുക്ക് വേറെ സോങ് ആഡ് ചെയ്യണം. വേറെ സോങ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തത് ആ ഭാഗം കട്ട് ചെയ്താൽ മാറ്റും. എത്രയാണോ നിങ്ങൾക്ക് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത് ആ മ്യൂസിക് ആ അത്ര ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഏതാണ്ട് നമുക്ക് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഈ സോങ് വേറെ സോങ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിനെന്ത് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണിക്കും കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഓക്കെ, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ സോങ് കാണിക്കും കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് ഫുള്ള് കാണിക്കും. എത്ര മിനിറ്റുള്ള വീഡിയോസ്, എത്ര മിനിറ്റാണ് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുള്ളത്, ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ സോങ് എന്ന് പറഞ്ഞാൽ ഈ സോങ് തുടങ്ങുന്ന മുതൽ ലാസ്റ്റ് വരെ ഫുൾ മ്യൂസിക്കിനും കോപ്പിറൈറ്റ് കിട്ടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് കുറേ മ്യൂസിക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിൻ്റെ ടോപ്പിൽ തന്നെ ഇവിടെ കുറേ മ്യൂസിക് കാണിക്കുന്നുണ്ടാവും. ഇതിൽ ഓരോ മ്യൂസിക് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഈ മ്യൂസിക്കാണുള്ളത്. അതിന് വേറെ മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മ്യൂസിക് പ്ലേ ചെയ്യാം. ഓക്കെ, അങ്ങനത്തെ കുറേ മ്യൂസിക് ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിൽ ഇഷ്ടമുള്ള മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഈ പ്ലസ് ബട്ടണിൽ അമർത്താം. ഓക്കെ, ഇവിടെ പ്ലസ് കാണിക്കുന്നുണ്ടല്ലേ, ഈ പ്ലസ്സിൽ അമർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മ്യൂസിക് അവിടെ ആഡായി. ഓക്കെ, ആ മ്യൂസിക് പോയി അതിന് ശേഷം വേറെ മ്യൂസിക് യൂട്യൂബ് തരുന്ന മ്യൂസിക് അവിടെ ആഡായി. അപ്പോൾ നിങ്ങളുടെ മുമ്പത്തെ മ്യൂസിക് പോയി, അവിടെ മ്യൂസിക് പോയി യൂട്യൂബ് തരുന്ന മ്യൂസിക് ആഡായി. അങ്ങനെയാണ് ഓൾറെഡി ചെയ്യേണ്ടത്. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ടോപ്പിൽ ആ മ്യൂസിക് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് സേവ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു സേവ് കാണിക്കും. ഓക്കെ, ഈ സേവ് കാണിക്കുന്ന സമയത്ത് ഇതിൽ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ച് ആയി, ഓട്ടോമാറ്റിക്കലി ഇത് ചേഞ്ച് ആയിട്ട്. അതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, ഇവിടെ കൺഫേം ചേഞ്ചിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണിക്കും. കൺഫേം ചേഞ്ചിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഈ സോങ് അവിടുന്ന് റിമൂവായി പോയി. അത് കുറച്ച് സമയം കഴിയും. കുറച്ച് സമയം ഒരു 10 മണിക്കൂർ കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ സോങ് റിമൂവ് ആയിട്ടുണ്ടാവും അവിടുന്ന് കേട്ടോ. അപ്പോൾ അത്ര ചെയ്യേണ്ടുള്ളൂ. അതിന് ശേഷം വേറെ ഒന്നും ചെയ്യാനില്ല. ബാക്കപ്പ് പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും നേരത്തെ 3 വീഡിയോക്കാണ് ഇവിടെ കോപ്പിറൈറ്റ് വന്നിട്ടിരിക്കുന്നത്. ഇപ്പോൾ ചെക്കിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബാക്കി 2 എണ്ണത്തിന് കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോക്ക് അതേ സ്പോട്ടിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ചിലപ്പോൾ അത് ഇടാൻ പറ്റത്തില്ല, നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ ചെയ്യാം. അതിനുശേഷം ആക്ഷനിൽ പോവാം. അതിനുശേഷം ഇവിടെ സോങ് റീപ്ലേസ് സോങ്ങിൽ ക്ലിക്ക് ചെയ്യുക. റീപ്ലേസ് സോങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വേറെ സോങ് ആഡ് ആവും. ഓക്കെ, വേറെ സോങ്ങിൻ്റെ ഓപ്ഷൻ വരും. ആ സോങ് ഇവിടുന്ന് എടുക്കാം. അതേപോലെ എന്ത് ചെയ്യുക, സെയിം നമുക്ക് ഏത് സോങ് ആണ് സെലക്ട് ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു സോങ്, അതേപോലെ സോങ് അല്ല മ്യൂസിക് സോങ് ഉണ്ടാവത്തില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കാം. സേവ് കൊടുത്തതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ കൺഫേം ചേഞ്ചിങ് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം അത് മ്യൂസിക്കും ഓൾറെഡി അവിടെ ആഡ് ആയി കഴിഞ്ഞു. അതേപോലെ എല്ലാ മ്യൂസിക്കിനും നിങ്ങൾക്ക് എത്ര മ്യൂസിക്കിനാണോ കോപ്പിറൈറ്റ് വന്നിട്ടുള്ളത് ആ മ്യൂസിക് അതേപോലെ നിങ്ങൾക്ക് ഓരോ മ്യൂസിക്കിനായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും ഓൾറെഡി പബ്ലിഷ്ഡ്. ഓക്കെ, ഇത് 2 എണ്ണം ഉണ്ടായിന്. അതിൽ 2 എണ്ണത്തിന് കോപ്പിറൈറ്റ് ഇപ്പോൾ റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അതേപോലെ സെയിം എങ്ങനെയാണോ നമ്മൾ നേരത്തെ ചെയ്തത് അതേപോലെ അതിനും കൂടി ചെയ്യാം. അങ്ങനെയാണ് കോപ്പിറൈറ്റ് റിമൂവ് ചെയ്യേണ്ടത്. കോപ്പിറൈറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴത്ത് കാണിക്കും. ഞാൻ വൈറ്റ് സ്റ്റുഡിയോ അതൊരു 2-3 മണിക്കൂർ കൊണ്ട് അത് റിമൂവായി കിട്ടും കേട്ടോ. അത്രേ പണിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല.
ഡയറക്റ്റ് കോപ്പിറൈറ്റ് എങ്ങനെയാണോ റിമൂവ് ചെയ്യേണ്ടത് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് സബ്സ്ക്രൈബറുകൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കിട്ടും. ഓക്കെ.